ഹലോ. ആഹാ. എന്താണ്? എന്തെല്ലാം നീ എന്താ ചെയ്യുന്നു? ഞാനിപ്പോ ഉച്ചക്ക് ഉം. ലഞ്ച് ബ്രേക്കിന് ഇങ്ങനെ പുറത്തിറങ്ങിയതാ. ഉം. എങ്ങനെ ജോലി? ജോലി ഉണ്ട്, ജോലി അങ്ങനെ അങ്ങനെ പോകും. ജോലിയിലൊന്നുമല്ല, ഞാൻ തിരിച്ച് അങ്ങോട്ട് വന്നാലോ ഇങ്ങനെ ആലോചിക്കുന്നു. അതെ. ഒന്നുമില്ല, ഉം. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമല്ലേ വന്നിട്ടുള്ളൂ. അതിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. അനക്കോണ്ട്. പിന്നെ എന്തേന്നേക്കുന്നു ഏ പിന്നെന്ന് എന്തേന്നേക്കുന്നു നീ അല്ലേ ഇന്നലെ വിളിച്ചാലും പറഞ്ഞേ ജോലിയൊന്നും വേണ്ട, ഉം. ഒഴിവാക്കിയിട്ട് പോരി. അതെ. ഒരു മാസല്ലേ നിന്നിട്ടുള്ളൂ. കാണാഞ്ഞിട്ടും. നിന്നാ പോരെ, ഏ 1 മാസം നിന്നാ പോരെ. ഒരു മാസം നിന്നാൽ എങ്ങനെ ശരിയാവുക? ഉം. കാണാഞ്ഞിട്ടും എല്ലാം ഓർമ്മിക്കുമ്പോ എന്തോ ഒരു ഉം. പോലെ. ഉം. എന്നാ ചെയ്യാ? നീ എപ്പാ വരുവോ? ഇനിയിപ്പോ എന്തായാലും 6 മാസം ആണ്ട് തിരിച്ചു വരാനില്ലല്ലോ, കുറച്ച് ദൂരമില്ല എന്തായാലും. 6 മാസാ? 6 മാസത്തിലാണ് ലീവ്. അതുവരെ ഞാനിങ്ങനെ നിക്കണോ? അതുവരെ നീ അങ്ങനെ നിന്നേ പറ്റുള്ളൂ. ആ, ഉം. അതാദ്യമേ പറഞ്ഞില്ലേ. ഉം. നമ്മൾ ഈ ഒരു മാസം കൊണ്ട് അന്ന് ചെയ്തതെല്ലാം ഓർമ്മിക്കുമ്പോ, കളിച്ചതെല്ലാം ഓർമ്മിക്കുമ്പോ. ആ, പിന്നെ ഉം. കല്യാണത്തിന് മുമ്പ് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ലേ? കല്യാണത്തിന് മുമ്പ് എങ്ങനെയാ ഉണ്ടാവുക? കല്യാണം കഴിഞ്ഞാലേ ഇതിലും നമ്മളെ കളിയും നമ്മളെ. കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഓർമ്മ. ഉം. അന്ന് നീ എന്റെ മിൽമേല് കടിച്ചത് അതിപ്പോ ആ കളിയായിട്ട് ഞാടിയുണ്ട് കേട്ടോ. ഉം. ആവേശത്ത് കടിച്ചെങ്കിൽ. ആവേശത്തിലായിപ്പോയല്ലേ. ഉം. അത് ആവേശത്തിലായിപ്പോയതല്ലേ. അന്നേരം വേദനയുണ്ടായിരുന്നു, ഇപ്പൊ അതൊരു സുഖമാണ് കാണുമ്പോ. ഇപ്പം നല്ല സുഖം. ഉം. പിന്നെ ഇങ്ങനെ ആയാൽ എന്താ ചെയ്യാന്ന്. ഇത് ഇങ്ങനെയൊന്നും ദൂരെയൊന്നും ജോലിയൊന്നും ഉണ്ടാവില്ല കല്യാണം കഴിഞ്ഞാല്. കല്യാണം ആലോചന വരുമ്പോ നീ ആലോചിക്കണ്ടേ ദൂരെയാണ് ജോലി എന്ന് പറയുമ്പോ. അപ്പൊ എനക്കതൊന്നും അറിയില്ലല്ലോ. ഇപ്പം പിന്നെ ഈ 1 മാസം കൊണ്ടല്ലേ എല്ലാം മനസ്സിലായേ, കളിയും ഇത്. ഏ മാസം കൊണ്ടെല്ലാം മനസ്സിലായോ? എങ്ങനെയെങ്കിലും വരാൻ നോക്കുന്നു. എങ്ങനെയെങ്കിലും വന്നാലും നിന്റെ ആൾക്കാർ എന്റെ ആൾക്കാർക്ക് വിചാരിക്കില്ല കല്യാണം വെച്ചിട്ട് ഓടി വന്ന്. അങ്ങനെ അവർക്ക് അതൊന്നും പറയുന്നുണ്ട്. ഞാൻ ഇത് അനുഭവിക്കുന്നു. ആള് വിചാരിക്കില്ല കളിഭ്രാന്ത് മൂത്തിട്ടോടി വന്ന്. പിന്നെ അവരെല്ലാം എങ്ങനെയാ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര എത്തി. അതൊന്നും അവര് ചിന്തിക്കൂല. അവര് ചിന്തിക്കൂല. റേഞ്ചില്ലാതെ എടുക്കുകയുള്ളത്. റേഞ്ചൊക്കെ ഉണ്ട്, അതൊന്നും അവര് ചിന്തിക്കൂല. നമ്മള് കളിക്കുമ്പോ അവർക്ക് ഇതെല്ലാം പറയാം. അവരെ പ്രായത്തില് കളിക്കുമ്പോ അവരെല്ലാം കളിച്ചു കഴിഞ്ഞ് എല്ലാ ആവേശവും കെട്ടടങ്ങി. അങ്ങനെയല്ല അവര് നോക്കുക, ജോലിയൊക്കെ കളഞ്ഞിട്ട് വരാൻ പറ്റുമോ? ജോലിക്കാണല്ലോ പ്രാധാന്യം, കളി പിന്നെയല്ലേ എന്ന് പറയും. അതിങ്ങനെ ഞാൻ പറഞ്ഞ അവരും പണ്ട് അങ്ങനെ തന്നെ കളിച്ചതായിരിക്കൂലേ? ആയിരിക്കും, പക്ഷെ അവരാരും പുറത്തു വരില്ലല്ലോ, എല്ലാവരും നാട്ടിൽ തന്നെ അല്ലേ. പിന്നെ പറഞ്ഞു വരാൻ നോക്കുന്നു. നിന്നെക്കാളും ഇൻട്രസ്റ്റ് ഞാനും നിക്കുന്ന, പക്ഷെ എന്താ ചെയ്യാ, അങ്ങനെ അങ്ങ് വരാൻ പറ്റുമോ? നമുക്ക് നാട്ടിൽ എന്തെങ്കിലും ജോലി നോക്കാന്ന്. നാട്ടിൽ നോക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ ജോലിയൊന്നും അല്ല നോക്കാം, ഫുൾ ടൈം കളിയായിരിക്കും. അതാണൊന്നും സാരമില്ല. അന്നേരം പിന്നെ എന്താ ചെയ്യാ, ഒരേ കളിയായാല്. കുറച്ച് കഴിഞ്ഞിട്ട് ജോലിയെല്ലാം നോക്കാം. കളിക്കേണ്ട സമയം കളിക്കണം. കളിക്കേണ്ട സമയം കളിക്കണം, പക്ഷെ കളി ശരിക്ക് നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അതെ ഞാൻ പറഞ്ഞത്, ഇനി ഒരു അങ്ങോട്ട് പ്രായമെല്ലാം എത്തിയിട്ട് പിന്നെ എന്ത് കളി?
അങ്ങനെ ഉണ്ടാവുക? അറിയില്ല, ഞാൻ പറയാ. പ്രായമായ കുട്ടികളെല്ലാം കളിക്കുന്നുണ്ടാവൂലേ? ഈ വയസ്സിൽ നമുക്ക് ആവേശം കൂടും, കളിന്റെ ഇത് കൂടും, ആസ്വദിച്ച് കളിക്കാം. ആ അങ്ങനെ തന്നെയാണ് എന്റെ കാര്യം. ആസ്വദിച്ച് കളിക്കണം എന്നൊക്കെയുണ്ട്. പക്ഷെ എങ്കില് കൊറേ കളിയൊക്കെ കളിച്ചു മതിയാകുമ്പോ പിന്നെ തോന്നൂലേ പൈസയൊന്നുമില്ല, ഈ കാലമാടെ അങ്ങനെ ഒഴിവാക്കിയിടാൻ ഇടുന്ന എന്തെന്ന് ചെയ്യാനെന്ന് വിചാരിക്കൂലേ? ഇന്നത്തെ കാര്യല്ലേ. ഇപ്പോഴത്തെ ഒരു ആവേശത്തിന്, കളീന്റെ ആവേശത്തിന് ഓടി വന്ന് ജോലിയിൽ ഒഴിവാക്കി വന്നു കഴിഞ്ഞാല് പിന്നത്തെ അവസ്ഥ എന്താവൂ? അത് നമുക്ക് അങ്ങോട്ട് ചിന്തിക്കാന്നേ. ഇപ്പൊ ഒരു മാസമല്ലേ ആയിരുന്നു. അതെ, ഒരു മാസം ആയല്ലോ. അപ്പോഴേക്ക് ഇങ്ങനെ തോന്നാൻ തുടങ്ങിയ ഒരു മാസം പിന്നെ എന്താ കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറിയ? ഒന്നും മാറിയിട്ടില്ല. അതിന് രാത്രി വീഡിയോ കോളിൽ വരുമ്പോ നീ ഫോണിലൂടെ കാണിച്ചാ മതി കളി സ്ഥലം. അന്നേരം ഞാന് കളിക്കേണ്ട ബാറ്റ് നിനക്ക് കാണിച്ചു തരും. എന്നിട്ട് ഫോൺ വെച്ചിട്ട് കളിക്കാം. അങ്ങനെ ഒരു കളി നമുക്ക് അങ്ങനെ കളിച്ചിട്ടെന്താ വേണ്ടത്? സ്വന്തം കളിക്കോ കണ്ടോണ്ട്? അതൊന്നും ശരിയാവില്ല. അങ്ങനെ കളിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടാ. അങ്ങനെ കളിച്ചിട്ട് ഞാനെന്താ ചെയ്യാ കളിക്കാൻ? സ്വന്തം കളിക്കണം. അതെങ്ങനെയാന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു തരുമോ? പറയല്ലേ, നമുക്ക് കളിക്കാൻ പറ്റും. എന്തായാലും നീ എന്താ വിചാരിക്കൂലേ? അതൊന്നും വിചാരിക്കൂല. പറ. പിന്നെ അതല്ല, അറിയാൻ പറ്റുമല്ലോ. എന്റെ കല്യാണം കഴിയുന്നതിന് മുമ്പില് എന്തെങ്കിലും പരിപാടി ഉണ്ടോന്നാ കളിക്കുന്നേ? കളിയിലുണ്ടാവൂലേ? പണ്ട് കല്യാണം കഴിയുന്നതിന് മുമ്പില് വിരല് കൊണ്ട് കളിക്കാന് അങ്ങനത്തെ കളിയിലുണ്ടാവൂലേ? അറിയില്ല. ഉണ്ടാവുമായിരിക്കും. ഞാൻ ഉണ്ടാവുമായിരിക്കും നോക്കാൻ എനിക്ക് ഉണ്ടാവൂലേ? അന്നേരം ഫോണിലൂടെ വരുമ്പോ അങ്ങനത്തെ കളി അങ്ങ് കളിക്കുവാ. അങ്ങനെയല്ലേ എല്ലാരും നിക്കുന്നുണ്ടാവോ? അതിപ്പം കളിച്ചാൽ ശരിയാവൂലെന്ന്. ഇപ്പൊ നല്ല കളി കളിച്ച് ശീലായില്ലേ, ഒരു മാസമെങ്കിലും. അപ്പൊ അതുകൊണ്ട് സ്വന്തം കളി ശരിയാവൂലെന്നാ? നമുക്ക് പിന്നെ ഇത് ആണുങ്ങളുടെ ടീമിൽ ആരും സ്വന്തം കളിയൊന്നുമില്ല. ഇല്ലേ? സ്വന്തം അങ്ങനെ ആരും കളിക്കില്ലല്ലോ. ഒപ്പരം ടീം ഉണ്ടെങ്കിലേ കളിക്കാൻ പറ്റും. ക്ഷീണാധികമുണ്ടോ? ക്ഷീണം ഉണ്ടാവോ കളിച്ചാല്? സ്വന്തം കളിച്ചാല് ഒറ്റക്ക് കളിച്ച ക്ഷീണം അധികം അതാരും അതെങ്ങനെ എനിക്കറിയാവോ? പറയുന്ന കേട്ടതാ. ആര്? ആനക്കും ഫ്രണ്ട് ഉണ്ട്, മറ്റേ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും. അവരിങ്ങനെ പറയലുണ്ട്. ടിക്കറ്റ് വെച്ചിട്ട് കളിക്കുന്ന? ടിക്കറ്റ് വെച്ചിട്ട് കളിക്കൽ അല്ലെങ്കിൽ ഫ്രീ പാസിലാ കളി? അതൊന്നും എനിക്കറിയില്ലേ. എല്ലാ ആൾക്കാരെല്ലാം വിളിച്ചിട്ട് ടിക്കറ്റ് വെച്ചിട്ട് കളിക്കുന്ന കളിയാണോന്ന്? അല്ല, അതൊന്നല്ല. എങ്ങനെയാ എന്നോടാരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, എനക്കങ്ങനെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. അവരിങ്ങനെ ഫോൺ വിളിക്കുമ്പോ ഇങ്ങനെ പല തമാശയും കളിക്കാരിയോ അങ്ങനെയൊന്നും പറയും. എനിക്ക് ഉറക്കം വരുന്നുണ്ടോ? എല്ലാം ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കാം, നാട്ടിലേക്ക് തന്നെ വന്നാലോ. പണിയെടുക്കാൻ മടിയല്ലേ? പണിയെടുക്കാൻ മടിച്ചിട്ടല്ല, പണിയെടുക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടില്ലേ. അത് കളിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ട്. കളിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ട്. പണിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. മറ്റേ ജോലി എടുക്കാൻ മടിയായി.